ഫ്രണ്ട്സ്, മെയ് 2-ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമാറ്റിക് പോർട്ടായ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, മെയ് 2-ന് രാജ്യത്തിന് സമർപ്പിക്കുന്ന നമ്മുടെ പോർട്ടിന്റെ ആദ്യകാല വർക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിംഗ് ഐലൻഡിൽ നിന്ന ഷെൻഹുവ 15 എന്ന് പറയുന്ന ആദ്യ ക്രെയിനുമായി വന്ന കപ്പലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പോകേണ്ടത് നമ്മുടെ കറണ്ട് അപ്ഡേറ്റിലേക്കാണ്. നമുക്ക് പോകേണ്ടത്, നമ്മൾ പലപ്പോഴായിട്ട് ലിങ്ക് റോഡിന്റെ അപ്ഡേഷൻ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഡ്രോൺ ഷൂട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ മുന്നിലൂടെ കോവളം, വിഴിഞ്ഞം, മുക്കോല വഴി നമ്മുടെ പോർട്ടിന്റെ മുന്നിലൂടെ പൂവാറിലേക്ക് കടന്നു പോകുന്ന റോഡ് കാണാൻ സാധിക്കും. നമുക്ക് ആ റോഡിൽ നിന്നും, അതായത് ആ മെയിൻ റോഡിൽ നിന്നും നമ്മുടെ പോർട്ടിന്റെ മെയിൻ ഗേറ്റിലേക്ക് പോകുന്ന റോഡാണ്, 4 വരിപ്പാതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ആ വീഡിയോന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കസ്റ്റംസ് ഓഫീസും കാണാൻ സാധിക്കും. തൊട്ട് മുന്നേ നമ്മൾ അപ്ഡേഷൻ ചെയ്ത വീഡിയോയിൽ കസ്റ്റംസ് ഓഫീസിന്റെ പൂർണ്ണമായി വർക്ക് കംപ്ലീറ്റ് ചെയ്ത വിഷ്വൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കുക. വളരെ റയറായിട്ടാണ് നമുക്ക് ഡ്രോൺ ഷൂട്ടൊക്കെ ലഭിക്കുക. ഇപ്പോൾ ആ വീഡിയോ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്കിനി കൂടുതൽ ഡീറ്റെയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ പോകുന്ന ഈ റോഡിന്റെ മുന്നിൽ കാണുന്ന റൗണ്ട് പോർഷൻ, മെയിൻ ഗേറ്റിന്റെ മുന്നിലായിട്ട് കാണുന്ന റൗണ്ട് പോർഷൻ വളരെ മനോഹരമായ പോർഷനാണത്. ആ പോർഷൻ മുതൽ NH 66 വരെയാണ് 1700 മീറ്റർ ലിങ്ക് റോഡിന്റെ വർക്കുകൾ വളരെ ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന വർക്കിന്റെ ഡീറ്റെയിൽ എല്ലാ ആഴ്ചയിലും വീഡിയോ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ലിങ്ക് റോഡിന്റെ വർക്ക് അപ്ഡേഷൻ എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. വളരെ കുറച്ച് മീറ്റർ മാത്രമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് നമ്മുടെ ഈ പറയുന്ന 1700 മീറ്റർ, ഇനി 200 മീറ്റർ എന്തോ കൂടി ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അത് നമ്മുടെ NH 66 അണ്ടർ പാസിലൂടെ കണ്ടെയ്നർ ലോറി കടന്നു പോകാൻ പറ്റുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് താൽക്കാലിക റോഡ് തന്നെയാണ്. ഉടൻ തന്നെ പെർമനന്റ് റോഡ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ ദൂരെയായിട്ട് സെക്കൻഡും തേർഡും ഫോർത്തും ഫേസിലേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിലേക്ക്, ഇപ്പോൾ ഫസ്റ്റ് ഫേസിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഫേസ് വർക്കിലേക്ക് ആവശ്യമായിട്ടുള്ള നേച്ചർ സ്റ്റോണ് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴായിട്ട് നേച്ചർ സ്റ്റോണിന്റെ മല എന്ന് വിശേഷിപ്പിക്കുന്ന പോലെ ധാരാളം സ്റ്റോണുകളാണ് ദിനംപ്രതി 100 കണക്കിന് ലോറികളിലാണ് ദിനംപ്രതി സ്റ്റോൺ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ ബ്രേക്ക് വാട്ടറിന് ഏകദേശം 57 ലക്ഷം ടൺ സ്റ്റോണാണ്, നേച്ചർ സ്റ്റോണാണ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടിന്റെ ലിസ്റ്റിലും നമ്മുടെ പോർട്ട് വരാൻ ചാൻസ് ഉള്ള പോർട്ടാണ്. അതിനാൽ ആഴം, ഡീപ്പ് വാട്ടർ പോർട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ പോർട്ടിന്റെ ആഴം വളരെ കൂടുതലാണ്. അതിനാൽ ധാരാളം നേച്ചർ സ്റ്റോണ് ഇനിയും വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന നേച്ചർ സ്റ്റോൺ തരം തിരിച്ചു കൂട്ടിയിട്ടുള്ളത്. നമ്മൾ പോർട്ടിന്റെ അപ്ഡേഷൻ വീഡിയോ എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തൊട്ടടുത്തു നിന്നുള്ള വിഷ്വലുണ്ട്. ഇത് ഡ്രോൺ ഷൂട്ട് ആകുമ്പോൾ നമുക്ക് വളരെ മനോഹരമായി നമ്മുടെ പോർട്ടിനെ കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ വളരെ ദൂരെയായിട്ട് കാണുന്ന ചെറിയ ബിൽഡിംഗ് ആണ് പോർട്ട് ഓഫീസ് ബിൽഡിംഗ്, അല്ലെങ്കിൽ PO ബിൽഡിംഗ് എന്ന് പറയുന്നു. PO ബിൽഡിംഗിന്റെ ബാക്കിലായിട്ട് നമുക്ക് മനോഹരമായ നമ്മുടെ ഹാർബറും കാണാൻ സാധിക്കും. ഹാർബറിന്റെയും പോർട്ടിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 350 മീറ്റർ ആണ്. ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ആണ്. PO ബിൽഡിംഗ് നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്. PO ബിൽഡിംഗ് എന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. കാരണം ഈ ക്രെയിനുകളെല്ലാം, നമ്മുടെ STS ക്രെയിനുകളെല്ലാം 8 ക്രെയിനുകളുണ്ട്. 8 ക്രെയിനുകളെല്ലാം സെമി ഓട്ടോമാറ്റിക് ക്രെയിനും, നമ്മളെ യാർഡിൽ കാണുന്ന യാർഡ് ക്രെയിൻ ആവട്ടെ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. അതുകൊണ്ടാണ് ആദ്യ സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന് നമുക്ക് പേര് ലഭിച്ചിട്ടുള്ളത്.
അതിനനുസൃതമായി വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. അതിനുത്തമ ഉദാഹരണമാണ് 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ 1ാം സ്ഥാനം ലഭിച്ച തുറമുഖം നമ്മുടെ തുറമുഖമാണ്. അതുമാത്രമല്ല, പ്രതിമാസം 1,00,000 TEV കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് നടത്താനും ആ നേട്ടവും നമ്മുടെ തുറമുഖത്തിന് സ്വന്തം. 2024 ജനുവരി 13 മുതലാണ് നമ്മുടെ പോർട്ടിൽ ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യമായി വന്ന കപ്പൽ നമുക്കെല്ലാവർക്കും അറിയാം, സാൻ ഫെർണാണ്ടോ. അതായത് ട്രാൻസ്ഷിപ്മെന്റ് കാര്യത്തിലും ട്രയൽ റണ്ണിന്റെ കാര്യത്തിലും ആദ്യമായി വന്ന കപ്പൽ സാൻ ഫെർണാണ്ടോ. രണ്ടാമതായി, അതായത് ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വന്ന രണ്ടാമതായ കപ്പൽ മരീന അസൂർ. അതിനുശേഷം നാവിയ സംഭോ. അതിനുശേഷം വന്ന എംഎസ് ആദ്യ കപ്പൽ എന്ന് പറയുന്നത് എംഎസ് ഡയല. 366 മീറ്റർ നീളമുള്ള എംഎസ് ഡയലയാണ് ആദ്യമായി എംഎസ്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളൊന്നായ എംഎസ് നമ്മുടെ പോർട്ടിൽ കാലു വെച്ച എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കപ്പൽ വെച്ച ആദ്യ കപ്പൽ എംഎസ് ഡയല. അതിനുശേഷം എംഎസ് ആണ് നമ്മുടെ പോർട്ടിന്റെ കരുത്ത് എന്ന് നമുക്ക് വളരെ ഉയരത്തിൽ വിളിച്ചു പറയാൻ പറ്റുന്ന രീതിയിലുള്ള എംഎസ് ടർക്കിയും നമ്മുടെ പോർട്ടിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എംഎസ് തുർക്കിയും നമ്മുടെ പോർട്ടിൽ വന്നിരിക്കുന്നു. അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ ധാരാളം കപ്പലുകളാണ് നമ്മുടെ പോർട്ടിൽ ദിനം പ്രതി വന്നു പോയിട്ടുള്ളത്. ഇതുവരെ 263 ഷിപ്പുകളിൽ 95% മുകളിൽ എംഎസ്യുടെ ഷിപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടും. 2024 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ പോർട്ട് 5.36 ലക്ഷം TEV കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് സാധിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ലോകരാജ്യങ്ങൾ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ചോദിക്കും, ഷാങ്ഹായി പോലുള്ള വലിയ പോർട്ടുകൾ ഇതിലും വലിയ നേട്ടങ്ങൾ പെർ ഡേ കൊണ്ട് സാധിക്കുമ്പോൾ നമുക്ക് സാധിച്ചതാവട്ടെ 7-8 മാസം കൊണ്ടെന്ന് പറയുന്നവർക്ക് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന S8ST സ്ക്രീനുകളും 800 മീറ്റർ ബെർത്ത് കൊണ്ടാണ് നമുക്ക് ഈ സാധ്യം, ഈ നേട്ടം കൈവരിക്കാനായി സാധിച്ചത് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തന്നെയാണ്. വളരെ ചെറിയ പോർട്ടാണ്. 5.36 ലക്ഷം TEV കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് സാധിച്ചത് മാത്രമല്ല, ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിലെ തന്നെ പശ്ചിമ ദക്ഷിണ തീരത്തെ തുറമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെന്റ് ഹാൻഡിൽ ചെയ്ത തുറമുഖം, അല്ലെങ്കിൽ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത തുറമുഖവും നമ്മുടെ പോർട്ട് തന്നെയാണ്. ഇപ്പോൾ പ്രതിമാസം 1,00,000 TEV ആണ് കണ്ടെയ്നർ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചത്. അതായത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ നമുക്ക് എത്തിയിരിക്കുന്നു ഈ 800 മീറ്റർ കൊണ്ട്. അപ്പോൾ 2028 ആവുമ്പോൾ സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവും. വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ ഷോട്ടിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഈ വ്യൂ നിന്നും വളരെ പച്ചപ്പാർന്ന, അതായത് കേരളം എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രിയുടെ പച്ചപ്പ് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. അതിലൊരു പോർട്ട്, അതായത് നീല നിറം കൊണ്ട്, നീല പച്ചപ്പ് കൊണ്ട് മൂടിയ കടലിലൊരു പോർട്ടും പുറകിൽ പച്ചപ്പിന്റെ മനോഹര ഹരിത ഭംഗിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ നീല എന്ന് എടുത്തു പറയാൻ കാരണം നമ്മുടെ ഈ പൂർണ്ണ ആഴക്കടൽ പോർട്ടിൽപ്പെട്ട പോർട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡീപ്പ് വാട്ടർ ലിസ്റ്റിൽ വരുന്ന പോർട്ട് തന്നെയാവും. കാരണം നമ്മൾ ഈ കാണുന്ന നമ്മുടെ പോർട്ടിന്റെ ഡീപ്പസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 18 മുതൽ 22 മീറ്റർ ആണ് നമ്മുടെ പോർട്ടിന്റെ ആഴം എന്ന് നമ്മൾ പറയും. നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോയിലും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ്. അന്നൊക്കെ പലരും സംശയം ചോദിച്ചിട്ടുണ്ടോ, അത്രയേറെ ആഴമുണ്ടോ ഈ പോർട്ട് എന്ന് ചോദിച്ചവർക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന അൾട്രാ ലാർജ് വെസൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ ഡീപ്പസ്റ്റ് വാട്ടർ എന്ന് പറയും, ഡീപ്പസ്റ്റ് പോർട്ട് എന്ന് പറയുന്ന ലിസ്റ്റിൽ പേര് വരാൻ കാരണം എംഎസ് തുർക്കിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലുള്ള ധാരാളം കപ്പലുകളാണ് എംഎസ്യുടെ പല സർവീസ് കൊണ്ട് നമ്മുടെ പോർട്ടിലേക്ക് വരാൻ പോകുന്നത്. അതിൽ ജെയ്ഡ് സർവീസ് പെടും. പല സർവീസുകളും നമ്മുടെ പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ സീ റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് അകലെയുള്ളത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു വലിയൊരു പോയിന്റ് തന്നെയാണ്. എമർജൻസിക്ക് പോലും നമ്മൾ ഈ കാണുന്ന ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ കപ്പൽ ട്രാഫിക് ഉള്ളത്. ആ കപ്പൽ ട്രാഫിക്കിന്റെ മെയിൻ ഒരു പോർട്ട് എന്ന് പറയാൻ പറ്റുന്ന പോണ് നമ്മളെ പോർട്ട്. ഇത് നമ്മൾ ഈ കാണുന്ന ഈ എംഎസ് ടർക്കി വളരെ അനായാസേന നമ്മളെ പോർട്ടിൽ ബെർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുമാത്രമല്ല, വൺ ടൈമിൽ തന്നെ 3 കപ്പലുകൾ ഒരേ സമയം ബെർത്തിങ്ങിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
നമ്മുടെ ബെർത്തിന്റെ നീളം നമ്മൾ പലപ്പോഴായിട്ട് അറിയാം 800 മീറ്റർ ആണ് ഫസ്റ്റ് ഫേസ് നമുക്കുള്ളത്. അത് ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2 ആണ്. ഈ 2 ടെർമിനലായിട്ട് 3 കപ്പലുകൾ, അതായത് ലോകരാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഫീഡർ വെസലുകൾ എന്ന് പറയാം. കാരണം ലോകരാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏഷ്യനെയും യൂറോപ്പിനെയും അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് കണക്ട് ചെയ്യുന്ന ജേഡ് സർവീസ് പോലുള്ള കപ്പലുകൾ നമ്മളെ പോർട്ടിൽ വരുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളിലെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് കൊണ്ടുപോകുന്നതിന് ധാരാളം ഫീഡർ വെസലും നമ്മുടെ പോർട്ടിൽ വരുന്നു. ആ പോർട്ടിൽ വരുന്ന MSCയുടെ കപ്പലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതും സ്ഥിരമായിട്ട് ഇപ്പോൾ 2 ബെർത്തിലായിട്ട് അല്ലെങ്കിൽ 1 ബെർത്തിലായിട്ട് തന്നെ 2 ടെർമിനൽ 3 കപ്പലുകളാണ് ഇപ്പോൾ മൂറിങ്ങിലായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പോർട്ട് തിരക്ക് പിടിച്ചൊരു പോർട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും 4-5 കപ്പലുകളാണ് നമ്മുടെ പോർട്ടിന്റെ പുറത്ത് ഔട്ടർ ആങ്കറേജിലുള്ളത്. അതിനാൽ തിരക്കുള്ള പോർട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുമാത്രമല്ല, 1ാം ഘട്ട വർക്കിന്റെ ഭാഗമായിട്ടുള്ള VGF കരാറും സൈൻ ചെയ്തുകൂടെ പോർട്ടിന്റെ ആദ്യഘട്ട നടപടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. 2034 മുതൽ തുറമുഖത്തു നിന്നുള്ള, അത് നമ്മുടെ പോർട്ടിൽ നിന്നുള്ള ഒരു വരുമാന വിഹിതം നമ്മുടെ സർക്കാരിന് ലഭിച്ചിരിക്കും. ടാക്സ് എന്നുള്ള വരുമാന വിഹിതം ഓൾറെഡി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി 2034 ആവുമ്പോൾ തന്നെ നമ്മുടെ പോർട്ടിൽ നിന്നുള്ള ഈ പറയുന്ന വരുമാനത്തിന്റെ ഒരു പോർഷൻ നമ്മുടെ സർക്കാരിന് ലഭിക്കും. 2028 തന്നെ തീർച്ചയായിട്ടും 2 ഫേസും, അതായത് പോർട്ടിന്റെ ഇതുവരെയുള്ള മൊത്തം വർക്കും കംപ്ലീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് അറിയാനായി സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോർട്ടിന്റെ ബെർത്തിന്റെ ലെന്ത് 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്ക് മാറുന്നതോടൊപ്പം അതിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷനും കടലിൽ തന്നെ വരും, അതായത് കടൽ നികത്തിൽ തന്നെ വരും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ ആവട്ടെ ഏകദേശം 1040 മീറ്റർ കൂടി ലെന്ത് കൂട്ടി 4000 മീറ്ററിലേക്ക് മാറും. ഇപ്പോൾ നിലവിൽ 2960 മീറ്റർ ആണ് ലെന്ത് ഉള്ളത്. അങ്ങനെ 2028 ആവുമ്പോൾ 2000 മീറ്റർ നമ്മുടെ ബെർത്തും 4000 മീറ്റർ ബ്രേക്ക് വാട്ടറുമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മുന്നിൽ കാണുന്ന ലിങ്ക് റോഡിന്റെ വർക്കുകൾ. അതിനി കുറച്ച് ദിവസങ്ങളെ മാത്രമുള്ളൂ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആ വർക്കുകൾ പോകുന്നത്. അതിന്റെ അപ്ഡേഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് തിരുവനന്തപുരം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, ഔട്ടർ റിംഗ് റോഡ്, വിഴിഞ്ഞം കൊല്ലം പുനലൂർ റോഡ്. ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പോർട്ടിന്റെ ഗുണം അതൊരു റിഫ്ലക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂരിന്റെ 2 ഇരട്ടിയാവാൻ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ വേണ്ടി വരികയുള്ളൂ. പക്ഷേ അതിന് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ടർ ഏരിയ ഗ്രോത്ത് റോഡും ഔട്ടർ റിംഗ് റോഡും ഈ ഡെവലപ്മെന്റ് എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ജില്ലയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാനായി സാധിക്കുള്ളൂ. വളരെ വേഗം കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് എനിക്കറിയാനായി സാധിച്ചത്. അതിന്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞതായിട്ടും അറിയാനായി സാധിച്ചു. കൂടുതൽ ഡീറ്റെയിൽ അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ന്യൂസുകളും അല്ലെങ്കിൽ അപ്ഡേഷൻസും ഈ ചാനലിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മടുപ്പിക്കുന്നില്ല, നമുക്കെപ്പോഴും നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ തലയുയർത്തി നിൽക്കുന്ന, അതായത് മെയ് 2 രാജ്യത്തിന് സമർപ്പിക്കുന്ന നമ്മുടെ ഈ പോർട്ടിന്റെ നെയിം ട്രിവാൻഡ്രം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് വിഴിഞ്ഞം ടെർമിനൽ എന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി, അതായത് ഞാൻ അത് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്നു ഈ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ, അതായത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാലും ട്രിവാൻഡ്രം പോർട്ട് എന്ന് പറഞ്ഞാലും കപ്പൽ വരും, നേട്ടങ്ങൾ കൈവരിക്കാനായി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോർട്ട് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. അതായത് കേരളത്തിലുപരി ഇന്ത്യക്കാരുടെ പോർട്ടാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുള്ളവർക്കും വളരെ അനായാസേന പറയാനും കേട്ടാൽ മനസ്സിലാകുന്ന ഒരു പോർട്ട് നയമായിരുന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആകും എന്നൊരു അഭിപ്രായക്കാരന് മാത്രമേ ഉള്ളൂ. പോർട്ടിന്റെ പേര് നാളെ തന്നെ മാറ്റണമെന്നില്ല. ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായമുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടുക. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ അടങ്ങമായി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടിന്റെ അപ്ഡേഷൻസ് എല്ലാം ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.
നന്ദി.